മാർക്കറ്റിൽ വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ ഇടപെടേണ്ട സർക്കാർ ഏജൻസികൾ തികഞ്ഞ പരാജയമായി മാറിയിരിക്കുന്ന സാഹചര്യമാണ്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള 3 സുപ്രധാന നേതാക്കന്മാർ ജയിലിൽ പോയി. CPM-ൻ്റെ ഹൈക്കോടതി പറഞ്ഞത് ശ്രീകോവിലിന് മുന്നിലുള്ള ദ്വാരപാലക ശില്പം അത് കൊണ്ടുപോയി ഒരു കോടീശ്വരന് വിറ്റു കോടികൾ നേടിയെന്നാണ്. എന്നിട്ട് അതിൻ്റെ വ്യാജ മോൾഡ് ഉണ്ടാക്കി ചെമ്പിലുണ്ടാക്കി വെച്ചു. ഇത്രയും ഗുരുതരമായ കുറ്റകൃത്യം ചെയ്ത നേതാക്കൾക്കെതിരായി അച്ചടക്ക നടപടിയെടുക്കാൻ ഈ പാർട്ടി തയ്യാറായില്ല. അവർക്ക് പൂർണ്ണമായി കുടപിടിച്ചു കൊടുക്കുകയായിരുന്നു പിണറായി ഭരണം. അയ്യപ്പൻ്റെ സ്വർണം മോഷ്ടിച്ചവർക്ക് കുടപിടിച്ചു കൊടുക്കുകയായിരുന്നു. ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ പേരിലും കവർച്ചയാണ് നടന്നത്. കവർച്ച അയ്യപ്പൻ്റെ പേരിൽ 2 പ്രാവശ്യമാണ് തുടർച്ചയായി. അവിടെ സ്വർണം മോഷ്ടിച്ചത് കൂടാതെ അയ്യപ്പ സംഗമത്തിൻ്റെ പേരിലും കൊള്ളയാണ് അവിടെ വ്യാപകമായി നടന്നത്. കോവിഡ് കാലത്ത് അതിനുശേഷവും മരുന്ന് വാങ്ങിക്കുന്നതിൽ കാലാവധി കഴിഞ്ഞ മരുന്നുകൾ വിതരണം നടത്തി കോടികളാണ് കൊള്ളയടിച്ചത്. ഏറ്റവും പ്രയാസം നിറഞ്ഞ സമയങ്ങളിലാണ് മനുഷ്യരെ കൊള്ളയടിച്ചത്. അവർക്ക് ഒരു വികസനവും മുന്നോട്ട് വയ്ക്കാനില്ല. ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖമാണ് മുന്നോട്ട് വയ്ക്കുന്ന ആദ്യത്തെ വികസന കാര്യം. അത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് മുഴുവൻ അനുമതികളും മേടിച്ച് എഗ്രിമെൻ്റ് വെച്ച് തറക്കല്ലിട്ട് നിർമ്മാണ പ്രവർത്തനം തുടങ്ങി കൗണ്ട് ഡൗൺ തുടങ്ങിയ പദ്ധതിയാണ്. അത് 6000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് പദ്ധതിയാണെന്നും കടൽ കൊള്ളയാണെന്നും ആക്ഷേപിച്ച പിണറായി വിജയനാണ് ഇന്ന് അതിൻ്റെ ക്രെഡിറ്റ് അവകാശപ്പെടുന്നത്. ഗെയിൽ പൈപ്പ് ലൈൻ ഞങ്ങൾ കൊണ്ടുവന്ന സമയത്ത് അത് ഭൂമിക്കടിയിൽ ഒളിപ്പിച്ചു വെച്ച ബോംബാണെന്ന് പറഞ്ഞ ആൾ വ്യവസായ മന്ത്രിയായി പിണറായി വിജയൻ്റെ മന്ത്രിസഭയിലിരിക്കുക. എന്നിട്ട് അതിൻ്റെ ക്രെഡിറ്റ് എടുക്കുകയാണ്. ഹൈവേയുടെ റീലിട്ട് നടന്നു. അവസാനം ഹൈവേ 150 സ്ഥലത്ത് പൊളിഞ്ഞു വീണപ്പോൾ ഞങ്ങൾക്ക് യാതൊരു പങ്കുമില്ല, ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആണെന്ന് പറഞ്ഞ ആളുകൾ ഇപ്പോൾ ഹൈവേയുടെ കാര്യത്തിൽ ക്രെഡിറ്റ് എടുക്കുകയാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾ വിഴിഞ്ഞം തുറമുഖം കൊണ്ടുവന്നു, ഞങ്ങൾ കണ്ണൂർ വിമാനത്താവളം കൊണ്ടുവന്നു, കൊച്ചി മെട്രോ കൊണ്ടുവന്നു. ഇവർ 2016 മാനിഫെസ്റ്റോയിൽ പറഞ്ഞു ഞങ്ങൾ വന്നാൽ കോഴിക്കോടും തിരുവനന്തപുരത്തും മെട്രോ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. കഴിഞ്ഞ 10 കൊല്ലമായിട്ട് തിരുവനന്തപുരത്തും കോഴിക്കോടും മെട്രോ കൊണ്ടുവരാൻ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് പോലും തയ്യാറാക്കാൻ പറ്റാത്ത കഴിവുകെട്ട ഗവൺമെൻറ്റാണ് കഴിഞ്ഞ 10 കൊല്ലം കേരളം ഭരിച്ചത്. ഇവരുടെ കാലത്ത് എടുത്തു പറയത്തക്ക ഒരു വിശേഷണവും ഒരു പ്രധാനപ്പെട്ട വികസന പദ്ധതികളും ഉണ്ടായിട്ടില്ല. കേരളത്തെ സാമ്പത്തികമായും അല്ലാതെയും തകർത്തു. വിദ്യാഭ്യാസ മേഖല വ്യാപകമായി തകർന്നു. മുഖ്യമന്ത്രി പ്രോഗ്രസ് കാർഡ് കൊണ്ടുവരികയാണ്. 1600 രൂപയുടെ പെൻഷൻ 2500 രൂപയൊക്കെയാണെന്ന് വാക്കുകൊടുത്തില്ലേ? ആ പാവങ്ങളെ കബളിപ്പിച്ചല്ലേ വോട്ട് മേടിച്ചത് 2021. എന്നിട്ട് 4.25 കൊല്ലക്കാലം ഒരു ചില്ലിക്കാശ് കൂട്ടിയില്ല. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് 400 രൂപ കൂട്ടി, അപ്പോഴും 2000 ആയിട്ടുള്ളൂ. റബ്ബറിന് 250 രൂപയാക്കാം എന്ന് പറഞ്ഞ് റബ്ബർ കർഷകരെ കബളിപ്പിച്ചു ഈ സർക്കാർ. തീരദേശത്ത് 12,000 കോടി രൂപയുടെ പാക്കേജ് പ്രഖ്യാപിച്ചു. കാസർഗോഡ് പാക്കേജ്, വയനാട് പാക്കേജ്, ഇടുക്കി പാക്കേജ്, ഒന്നിനും പൈസ ചിലവാക്കിയില്ല. എല്ലാം ആളുകളെ കബളിപ്പിക്കുന്നതായിരുന്നു. പ്രഖ്യാപനങ്ങൾ മാത്രമായിരുന്നു. പ്രഖ്യാപനങ്ങളല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും നടന്നില്ല. 1,10,000 കോടി രൂപ കിഫ്ബിയിൽ ചിലവാക്കിയെന്ന് പറഞ്ഞു. 38,000 കോടിയാണ് 5 കൊല്ലം 6 കൊല്ലം കൊണ്ട് ചിലവാക്കിയത്, 7 കൊല്ലം കൊണ്ട് ചിലവാക്കിയത്. അത് 7 കൊല്ലത്തെ ബജറ്റിൽ നിന്നുള്ള തുകയാണ് 30,000 കോടി. അതെന്താ ഇത്ര പ്രത്യേകത? ഇതില്ലായിരുന്നെങ്കിലും PWD ഇറിഗേഷനും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളും ഈ വർക്കുകൾ ചെയ്യുമായിരുന്നു. 8,000 കോടി രൂപയുടെ ബാധ്യത കിഫ്ബിക്കുള്ളത് സർക്കാരിൻ്റെ തലയിലാണ്. സർക്കാരാണ് ആ ബാധ്യത തീർക്കേണ്ടത്, സോവറിൻ ഗ്യാരണ്ടി. പിന്നെ എന്താണ് ഇവരുടെ വികസന പ്രവർത്തനം നടത്തിയെന്ന് പറയുന്നത് എന്താണ്? മാത്രമല്ല ഇപ്പോൾ ഡീലാണ് എല്ലാവരുമായി. മുഖ്യമന്ത്രി പറഞ്ഞത് 4 വോട്ടിന് വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ അദ്ദേഹം കാണിച്ചുകൊണ്ടിരിക്കുന്ന അതാണ്. ഞാൻ ആ വാക്കുപയോഗിക്കുന്നില്ല. അതേ RSSുമായി ഡീലുണ്ടാക്കി, ഒരു വശത്ത് മറുവശത്ത് SDPI ഉണ്ടാക്കി, PDP ആയി. എല്ലാ വർഗീയവാദികൾ വാദം പറയുന്ന എല്ലാവരുമായും സന്ധി ചെയ്ത ഒരാളാണ് ശ്രീ പിണറായി വിജയൻ. അദ്ദേഹം നുണകൾ ആവർത്തിക്കുകയാണ്. നുണകളാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദ്യം പറഞ്ഞു ജമായത്ത് ഇസ്ലാമിയുമായിട്ട് ബന്ധമില്ലെന്നു, ഒരു ബന്ധം ഉണ്ടായില്ലെന്നു. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വീഡിയോ ക്ലിപ്പ് ഹാജരാക്കി. ജമായത്ത് ഇസ്ലാമിയായിട്ട് ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്ന അദ്ദേഹം തന്നെ പറഞ്ഞത്. രണ്ടാമത് RSSുമായി ബന്ധമില്ല എന്ന് പറഞ്ഞു. അതിനും മനോരമ ന്യൂസുമായി നടത്തിയ അഭിമുഖ സംഭാഷണം, ജോണി ലൂക്കോസുമായിട്ടുള്ള അഭിമുഖ സംഭാഷണത്തിൽ RSSുമായി ബന്ധമുണ്ടെന്ന് അദ്ദേഹം സമ്മതിച്ചു. നുണയല്ലേ പറഞ്ഞത് 2 കാര്യത്തിലും? പിന്നെ പറഞ്ഞു 18 മാസം ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പെൻഷൻ മുടങ്ങിയെന്ന് വലിയ നുണ പറഞ്ഞു മുഖ്യമന്ത്രി. അപ്പോൾ അദ്ദേഹം തന്നെ അംഗീകരിച്ച, അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭ അംഗീകരിച്ച 2016 ധവളപത്രം ഞങ്ങൾ പുറത്തു കൊണ്ടുവന്നു. ആ തോമസ് ഐസക്ക് പുറത്തിറക്കിയ ധവളപത്രത്തിൽ
കൃത്യമായി 3 മാസം സാങ്കേതിക തകരാറ് മൂലമാണ് പെൻഷൻ മുടങ്ങിയതെന്ന് കൃത്യമായി പറയുന്നുണ്ട്. ഇപ്പം 18 മാസം പെൻഷൻ മുടങ്ങിയത് അദ്ദേഹം കള്ളം പറഞ്ഞു. ഞാൻ 4,43,000 വീട് 5 കൊല്ലം കൊണ്ട് UDF കാലത്ത് പണിതു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം 4,000 വീട് പണിതുള്ളെന്ന് പറഞ്ഞു. പച്ചക്കള്ളമാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞതുപോലെ അദ്ദേഹം പറഞ്ഞ വാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ യമണ്ടൻ നോണ പറഞ്ഞു. മന്ത്രി AK ബാലൻ്റെയും മന്ത്രി ജലീലിൻ്റെയും അസംബ്ലിയിൽ തന്ന റിപ്പോർട്ട് ഞാൻ ഹാജരാക്കി. 4,43,000 വീട് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പണിതിട്ടുണ്ട്. 10 കൊല്ലം കൊണ്ടാണ്. അന്ന് പണി തുടങ്ങിയ 50,000 വീടും കൂടി കൂട്ടിയിട്ടാണ് ഇവർ 5 ലക്ഷം പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഇവരുടെ കാലത്ത് 4.5 ലക്ഷം വീട് 10 കൊല്ലം കൊണ്ട് പണിയുകയും ഞങ്ങൾ 5 കൊല്ലം കൊണ്ട് 4,43,000 വീട് പൂർത്തിയാക്കുകയും 50,000 വീടിന് തുടക്കമിടുകയും ചെയ്തത്. അപ്പോൾ ആരാണ് ഭവന നിർമ്മാണ പദ്ധതി ഏറ്റവും നന്നായി നടപ്പാക്കിയത്? അപ്പം ഇതെല്ലാം വളരെ വ്യക്തമാണ്. ജനങ്ങൾക്ക് ഇതെല്ലാം അറിയാം. അവർ പ്രതിസന്ധിയിലാണ്. ഈ ഗവൺമെൻറ്റിൻ്റെ സർക്കാരില്ലായ്മയും അഴിമതിയും ശബരിമലയിൽ നടന്ന കൊള്ളയും എല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് രജിസ്ട്രേഷൻ ആവുമ്പോൾ അത് പറയും എവിടെയാണ് ഭൂമി. അതൊക്കെ പറയും. രജിസ്ട്രേഷൻ ആവുമ്പോൾ പറയും. അല്ല, അതല്ല, രജിസ്ട്രേഷൻ ആവുമ്പോൾ പറയും. ഭൂമി കാണിച്ചു തരാം, കൊണ്ടൊന്ന് കാണിച്ചു തരാം. ഇനി ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു തരാം. ഈ വയനാട് ഉണ്ടാക്കിയത് ഒരു കഥയാണ്. ആ കഥ എന്തിനു വേണ്ടിയിട്ടാണെന്ന് കൂടി പറഞ്ഞുതരാം. രക്തസാക്ഷികളുടെ ഫണ്ട് പയ്യന്നൂരിൽ തട്ടിച്ചു. ഇന്നും കൂടി തെളിവ് വന്നിരിക്കുകയാണ്. 70 ലക്ഷം രൂപ സഹകരണ ജീവനക്കാർ കൊടുത്ത പൈസ കൂടി മുക്കി, കണക്കിൽ വന്നില്ല എന്ന് കുഞ്ഞികൃഷ്ണൻ ആരോപണം ഉന്നയിച്ചിരിക്കുക. പയ്യന്നൂരിൽ MLA-ക്കെതിരായി CPM നേതാക്കൾക്കെതിരായി പാവപ്പെട്ട പാർട്ടിക്ക് വേണ്ടി ജീവത്യാഗം ചെയ്ത രക്തസാക്ഷിയുടെ ഫണ്ട് തട്ടിച്ചു. അഭിമന്യുവിൻ്റെ ഫണ്ട് തട്ടിച്ചു എന്നുള്ള ആരോപണം വന്നു. തിരുവനന്തപുരത്ത് വിഷ്ണുവിൻ്റെ രക്തസാക്ഷിയായ വിഷ്ണുവിൻ്റെ ഫണ്ട് തട്ടിച്ചു എന്നുള്ള ആരോപണം വന്നു. വിഷ്ണുവിൻ്റെ കുടുംബം മുഴുവൻ അത് ഫണ്ട് കട്ടെടുത്ത ആൾക്ക് ട്രിപ്പിൾ പ്രൊമോഷൻ നൽകി പാർട്ടിയിൽ. വിഷ്ണുവിൻ്റെ കുടുംബം കോൺഗ്രസിൽ ചേർന്നു. ഈ രക്തസാക്ഷി ഫണ്ട് വിധം യഥാർത്ഥത്തിൽ പാർട്ടിക്ക് വേണ്ടി ജീവത്യാഗം ചെയ്ത രക്തസാക്ഷികളുടെ ഫണ്ട് തട്ടിച്ചവരാണ് ശവന്തീനികൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.